ഒരു ചോദ്യം ചെയ്താലോ? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 8:5 ആണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആണെങ്കിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇവിടുത്തെ ചോദ്യം? അംശബന്ധമാണ് അല്ലെ? അംശബന്ധം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എപ്പോഴും നമുക്കൊരു അംശബന്ധം തരും. ഇവിടെ തന്നിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറയുമ്പോൾ 8:5. അതായത് ആൺകുട്ടികൾ 8, പെൺകുട്ടികൾ 5 ആണ് ഇവിടെ തന്നിരിക്കുന്ന അംശബന്ധത്തിന്റെ കണക്ക്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ അതിന്റെ എണ്ണം എടുക്കുന്നത് എങ്ങനെയാണ്? ഇത് അവരുടെ അംശബന്ധമാണെങ്കിൽ, എണ്ണത്തിന്റെ അംശബന്ധമാണെങ്കിൽ ഇവരുടെ എണ്ണം എങ്ങനെ എടുക്കാന്ന് ചോദിച്ചാൽ എക്സ് എന്നുള്ള വേരിയബിൾ ഇട്ട് കൊടുക്കുക. അതായത് ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ 8 എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ 8x എന്ന് കൊടുക്കുക. ഗേൾസിന്റെ എണ്ണം 5 ആണ് ഇവിടുത്തെ അംശബന്ധമെങ്കിൽ 5x എന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ എണ്ണം കിട്ടി. അപ്പൊ എണ്ണം ആക്കാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? എക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ബോയ്സും ഗേൾസും കിട്ടി. അങ്ങനാണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 8ഉം 5ഉം 13x ആണ് ടോട്ടൽ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 25 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇതിലെ 5x സമം 25 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു എക്സ് കണ്ടുപിടിക്കാമല്ലോ. ഒരു എക്സ് ഇങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഗുണനം ആയതുകൊണ്ട് ഈ 5 അപ്പുറത്ത് കൊണ്ടിട്ട് ഹരിക്കണം. 25/5 ചെയ്ത് നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ എക്സ് സമം 5 ആണ്. ഇനിയിപ്പം നമുക്ക് ആകെ കുട്ടികൾ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? ആകെ കുട്ടികൾ 13x ആ. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 13x ആണെങ്കിൽ 13 ഗുണം നമ്മൾക്ക് ഇപ്പൊ കിട്ടിയ എക്സിന്റെ വിലയായ 5 ഇട്ട് കൊടുത്തേ. എന്താ കിട്ടും നമുക്ക്? 5 3 15, 1 5 6, 65. 13 ഗുണം 5 65 ആണ് ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം. അപ്പൊ നമ്മുടെ ഓപ്ഷനില് ഓപ്ഷൻ സി ആണ് ഉത്തരം.